ഫെബ്രുവരി 27 വെള്ളിയാഴ്ച. മത്തായി 5:20-26 വരെ വാക്യങ്ങൾ. ഒരു ട്രാഫിക് ജംഗ്ഷനിൽ ഒരു സ്ത്രീയുടെ കാറിൻ്റെ മോട്ടോർ ഓഫായി. ട്രാഫിക് ലൈറ്റ് പച്ചയായി മാറിയപ്പോൾ അവൾ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ വിജയിച്ചില്ല. അതിനിടയിൽ അവളുടെ പിന്നിലുണ്ടായിരുന്ന അക്ഷമനായ ഒരു പുരുഷൻ തൻ്റെ കാറിൻ്റെ ഹോൺ മുഴക്കാൻ തുടങ്ങി. അവൾ വീണ്ടും വീണ്ടും തൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ വിജയിച്ചില്ല. അപ്പോൾ ആ പുരുഷൻ കൂടുതൽ ഉറക്കെ ഹോൺ മുഴക്കിക്കൊണ്ടിരുന്നു. ആ സ്ത്രീക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. അവൾ ഉടനെ കാറിൽ നിന്നിറങ്ങി ആ പുരുഷ ഡ്രൈവറിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് സൗമ്യമായി പറഞ്ഞു, നിങ്ങളുടെ ഹോൺ ഞാൻ വേണമെങ്കിൽ മുഴക്കിക്കൊണ്ടിരിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്താൽ മതി. എൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുക. ഈ കഥയിൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്താണെന്ന് പറയാൻ പ്രയാസമാണ്. ആ പുരുഷൻ്റെ അക്ഷമയോ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ചാതുര്യമോ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പക, കോപം, വേദന, ഒരുപക്ഷെ വെറുപ്പ് എന്നിവയെക്കുറിച്ചാണ്. നമ്മൾ മിക്കവരും ആരെയും വെറുക്കുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിലെ വിവിധ അവസരങ്ങളിൽ നമുക്ക് എല്ലാവർക്കും പക, കോപം, വേദന, അസൂയ എന്നിവ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഇവ നമുക്ക് എല്ലാവർക്കും ഉള്ള വികാരങ്ങളാണ്. അത് മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യരായ നമുക്ക് വികാരങ്ങളുടെ സ്പെക്ട്രത്തിൻ്റെ 2 അറ്റങ്ങൾ അനുഭവപ്പെടുന്നു, പോസിറ്റീവും നെഗറ്റീവും. ഇന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് നമുക്ക് എല്ലാവർക്കുമുള്ള ചോയ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. നമുക്ക് പോസിറ്റീവ് വികാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. സ്നേഹം, പ്രത്യാശ, ഔദാര്യം, വിശ്വാസം എന്നിവ. അല്ലെങ്കിൽ നമ്മെ അസ്വസ്ഥരാക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന വികാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തിരഞ്ഞെടുക്കാം. കോപം, അസൂയ മുതലായവ. നമ്മുടെ വികാരങ്ങൾ മോശമാണെന്നോ നല്ലതാണെന്നോ പറയാൻ പറ്റില്ല. അവ അങ്ങനെയാണ്. എന്നിരുന്നാലും വികാരങ്ങളുടെ വ്യാപ്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ അവരുടെ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു. കോപം വരുമ്പോൾ അത് പ്രകടിപ്പിക്കാനും മറ്റുള്ളവരെ അടിച്ചിരുത്താനും നിങ്ങൾ അവരെ പഠിപ്പിച്ചോ? ഇല്ല. എന്നിരുന്നാലും നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പരിശീലിപ്പിക്കുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രിയപ്പെട്ടവരെ, ഫരിസേയരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ മറികടക്കാൻ യേശു ജനക്കൂട്ടത്തെ വെല്ലുവിളിക്കുന്നു. നിയമത്തിൻ്റെ അക്ഷരങ്ങൾ മാത്രമല്ല, അതിൻ്റെ ആത്മാവും ആന്തരിക ചൈതന്യവും പിന്തുടരേണ്ടതിൻ്റെ പ്രാധാന്യം ഇന്ന് യേശു ഊന്നിപ്പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.